2013 നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ ഏറ്റെടുത്ത പൾസർ സുനിക്ക് അന്ന് അതിന് കഴിയാതെ പോയത് മറ്റൊരു കേസിൽ ഉൾപ്പെട്ടതിനാൽ ഈ കേസിൽ പോലീസ് സുനിയെ തേടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. കുറ്റവാളിയാണെന്ന് അറിഞ്ഞു തന്നെയായിരുന്നു ദിലീപ് അടക്കമുള്ളവർ സുനിയെ വീണ്ടും സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. 2014 പോലീസ് പൾസർ സുനിക്കായി പുറപ്പെടുവിച്ച ലുക്കൌട്ട് നോട്ടീസാണിത്. കോട്ടയത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ച് യാത്രക്കാരന്റെ കണ്ണിൽ കുരുമുളക് സ്പ്രേ ചെയ്ത് 4 ലക്ഷം രൂപ കവർന്നു. തുടർന്ന് ഒളിവിൽ പോയ ഇയാൾക്കായി അന്വേഷണത്തിന്റെ ഭാഗമായി നോട്ടീസ് പുറപ്പെടുവിച്ചു. വൈകാതെ അറസ്റ്റിലുമായി. എന്നാൽ വിചാരണ നടക്കുന്നതിനു മുൻപ് കേസ് നിർത്തിവെച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. കൂടുതൽ തെളിവുകൾ വീണ്ടെടുക്കാനും ഒരാളെ കൂടി കേസിൽ പിടികൂടാനുമുണ്ടായിരുന്നതിനാലാണിത്. അന്ന് കേസിൽ 7ാം പ്രതിയായിരുന്നു വേങ്ങൂർ ഇളമ്പിക്കരയിൽ നെടുവേലിക്കുഴി വീട്ടിൽ സുരേന്ദ്രൻ മകൻ സുനിൽ എന്ന പൾസർ സുനി. പാലാ ഡിവൈഎസ്പി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ തുടരന്വേഷണം നടക്കുന്ന കേസിൽ കൂടുതൽ തെളിവുകൾ കണ്ടെടുത്തു. ഇപ്പോൾ 2ാം പ്രതിയാണ് സുനിൽ. 1ാം പ്രതി അലോട്ടി എന്ന ജെയ്സൺ ജേക്കബ് ആകട്ടെ ഗുണ്ടാ നേതാവാണ്. ഗുണ്ടാ ആക്ട് പ്രകാരം ഇപ്പോൾ ഇയാൾ സെൻട്രൽ ജയിലിലാണ്. 8 പ്രതികളിൽ ഒരാളെ കൂടി കേസിൽ പിടികൂടാനുണ്ട്. ഇതുകൂടിയായാൽ ഈ കേസിന്റെ വിചാരണയ്ക്കും നടപടികളാകും. നടിയെ ആക്രമിക്കാൻ 2013 നൽകിയ കൊട്ടേഷൻ വൈകാനിടയായത് ഈ കേസുമായി ബന്ധപ്പെട്ട് സുനി ഒളിവിൽ പോയതുകൊണ്ടാണെന്ന് വ്യക്തമാണ്. ഗുണ്ടാ സംഘങ്ങളും കവർച്ചാ സംഘങ്ങളുമായുള്ള ബന്ധം നിർബാധം തുടരുന്നതിനിടെ തന്നെയാണ് പൾസർ സുനി സിനിമാ മേഖലയിലും സജീവമാകുന്നത്. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ഒരു പ്രതിയെ തന്നെയാണ് ദിലീപും മുകേഷും അടക്കമുള്ളവർ തങ്ങളുടെ സഹായിയായി നിയമിച്ചുവെന്നത് അത്ര നിസ്സാരമായി കാണാവുന്ന ഒന്നല്ല. ഇവർ എന്തിനെല്ലാം ഇയാളെ ഉപയോഗപ്പെടുത്തി എന്നതുകൂടി ഇനി അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരണം. കൊച്ചിയിൽ നിന്നും ഡാനി പോൾ, ന്യൂസ് 18.